യൂട്യൂബ് ചാനൽ. ഞങ്ങൾ ഇന്ന് ഞങ്ങളുടെ ഓഫീസിൽ ടീം ലഞ്ചിന് പോകാൻ പോകണം. സോ ഞങ്ങളുടെ ടീമിലെ എല്ലാ ആൾക്കാരും ഇവിടെ വന്നിട്ടൊക്കെ ഉണ്ട്. സോ നമുക്കിനി ടീം ലഞ്ചിൻ്റെ എടുക്കുന്ന സംഭവങ്ങളൊക്കെ കാണാം. ശരിക്കും ഞങ്ങളുടെ ടീം മൊത്തം ഒരു 50 പേരുണ്ട്. പക്ഷേ അതിനകത്ത് ആകെ 25 പേര് ഇവിടെ വന്നിട്ടുള്ളൂ. ബാക്കി കുറച്ച് പേര് അവിടെ ഹോട്ടലിലാണ് വരുന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ റെഡിയായിട്ട് ഞാനും ഷാമിനിയും കൂടി ഇവിടെ ഇരിക്കുവാണ്. അപ്പോൾ ഞങ്ങളുടെ ടീമിൻ്റെ അടുത്തേക്ക് അങ്ങോട്ടൊന്ന് ചെന്നു. അപ്പോൾ ഇത് രാഹുൽ ചേട്ടനുണ്ട്, സാന്ദ്ര ചേച്ചിയുണ്ട്. അങ്ങനെയൊക്കെ ഞങ്ങളെല്ലാം സെറ്റായിട്ട് ഞങ്ങളുടെ തന്നെ വാനിലാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഞങ്ങളുടെ PMs ഒക്കെ തമ്മിൽ ഞങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് വാനിൽ കയറാൻ പോകുന്നതിന് മുന്നേ ആയിട്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം എന്തോ ഷാമിനെ ചേച്ചിന്ന് വിളിച്ച കഥയാണ് ദീപക് ഇവിടെ കിടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ബസ്സിൽ കുറച്ച് പേരായിട്ടുള്ളൂ. ബാക്കി എല്ലാവരും ഡയറക്റ്റായിട്ട് നമ്മുടെ ഹോട്ടലിലേക്ക് തന്നെ വരുന്നുള്ള രീതിയിൽ ഉള്ളൊരു പ്ലാനിങ് ആയിരുന്നു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ വിഷ്ണു മാത്രമാണെങ്കിൽ ഒറ്റയ്ക്കൊരു കസേരയിൽ പോയിരിക്കുന്നത്. എനിക്ക് മനസ്സിലാവുള്ളൂ ഇവൻ എന്തിനാണ് പുറകെ പോയിരിക്കുന്നത്. അപ്പോൾ അവൻ അവിടെ നിന്ന് എന്തോ പണിയെടുക്കുന്നത്, ടീം ലഞ്ചിന് വന്നിട്ടിരുന്ന് പണിയെടുക്കുന്ന ആളാണ് അവൻ. അങ്ങനെ ഞങ്ങളിതാ പോയി. അപ്പോൾ ഞങ്ങളിതാ അവിടെ ലേ മെറിഡിയൻ്റെ അവിടെ എത്തി. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ലൈഫിൽ ലേ മെറിഡിയനിൽ വരുന്നത്. എൻ്റെ ഭയങ്കര നാളത്തെ ആഗ്രഹമായിരുന്നു ശരിക്കും പറഞ്ഞാൽ ലേ മെറിഡിയനിലും അതുപോലെ ക്രൗൺ പ്ലാസയിലൊക്കെ പോകാമെന്നുള്ളത്. പക്ഷേ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ ഭയങ്കര സന്തോഷമായി. അതിൻ്റെ ഉള്ളിൽ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം. നമ്മൾ പുറത്തുനിന്ന് പണ്ടൊക്കെ ബസ്സിനൊക്കെ പോകുമ്പോഴാണ് ആകെ ഇതിങ്ങനെ കണ്ടിട്ടുള്ളൂ. അല്ലാണ്ട് ഉള്ളിലൊന്നും കയറി നമുക്കൊരു കാണാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പം നമ്മുടെ തന്നെ ഓഫീസിൽ ടീം ലഞ്ച് എന്നുള്ള രീതിയിൽ അങ്ങോട്ടൊക്കെ പോകുമ്പോൾ ഭയങ്കര സന്തോഷം. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ കയറി ഞങ്ങൾ നല്ലതായിട്ട് വെൽക്കമൊക്കെ ചെയ്തിട്ടാണ് അവൻ്റെ ഉള്ളിലൊക്കെ കയറ്റിയത്. അപ്പോൾ ഞങ്ങളിതായപ്പോൾ എല്ലാവരും ഒരു ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞുള്ള രീതിയിലൊക്കെ നിൽക്കുവാണ്. ഒരുപാട് ഞങ്ങളാണെങ്കിൽ ഇവിടുത്തെ ആർട്ട് കോറിഡോറിൽ വന്നേക്കാണ്. നല്ല രസമുണ്ട് ഇവിടെ കാണാനായിട്ട്. ബാക്ക്ഗ്രൗണ്ടൊക്കെ ഞങ്ങളതിൻ്റെ ആർട്ടിൻ്റെ ഉള്ളിൽ കയറി നല്ല രസമുണ്ട് കേട്ടോ. ചുറ്റിനുമാണെങ്കിൽ ഫുള്ളും നല്ല രസമുള്ള സാധനങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ അതിൻ്റെയൊക്കെ റേറ്റ് കണ്ടപ്പോൾ ഉണ്ടല്ലോ സത്യം പറഞ്ഞ് എൻ്റെ കണ്ണ് തള്ളി. അപ്പം ഞങ്ങളാണെങ്കിൽ ഇവിടെ വലിയ മിററാണ്. അപ്പോൾ ഞാൻ ഷാമിയായിട്ടങ്ങനെ നമുക്കൊന്ന് മിറർ സെൽഫി ഒക്കെ എടുക്കാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളാണെങ്കിൽ അത് വീഡിയോ ഒക്കെ ആയിട്ടാണ് എടുത്തത്. അവൾക്കാണെന്നുണ്ടെങ്കിൽ അവിടെ എല്ലാ സാധനവും തുറന്നൊക്കെ നോക്കണം, എല്ലാം വാങ്ങിക്കണം. പക്ഷേ അതിൻ്റെ വില സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഒരു 4000-5000 രൂപയിൽ എന്തൊക്കെയായിരുന്നു. അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ സംഭവങ്ങൾക്ക് വിലക്കുറവാന്ന് പറഞ്ഞാൽ അതൊക്കെ നോക്കി. പക്ഷെ ഇവളാണ് ഇതൊക്കെയാണ് എടുത്ത് കാണിക്കുന്നത്. ഇതിൻ്റെയൊക്കെ റേറ്റിന് എത്ര രൂപയായിരുന്നു, എത്രയോ 4000 അങ്ങനെ എന്തോ ആണ് അതിനകത്ത് റേറ്റൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് അവിടെ തന്നെ വെച്ച് അതിൻ്റെ പിന്നെ അതിൻ്റെ വലുതും ഒക്കെ അവൾ എടുത്ത് നോക്കുന്നുണ്ടായിരുന്നു. കുറേ ആർട്ട് കോറിഡോഴ്സ് ഉണ്ട്, കുറേ കാണാനുണ്ട് കേട്ടോ. ശരിക്കും നേഹ മിസ് ചെയ്യുന്നുട്ടോ. നേഹയ്ക്ക് വരായിരുന്നു ശരിക്കും. ഞങ്ങൾ ആ സ്റ്റേഷനറി സ്റ്റോപ്പിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ കുറേ പെയിൻറ്റിങ്സ് ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചത് ചുമ്മാ ഇങ്ങനെ ഭംഗിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചിരിക്കുന്നതാണെന്നാണ് വിചാരിച്ചത്. അവിടെ ഒരു വലിയ മിറർ, അതും ഞങ്ങൾ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ട് പിന്നെ ഞങ്ങൾ വീണ്ടും ആ പെയിൻറ്റിങ്സ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് പോയി. പെയിൻറ്റിങ്സ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ കണ്ടില്ല. പക്ഷെ ഷാമിന് പറയുന്നുണ്ടായിരുന്നു ആ പെയിൻറ്റിങ്സിനൊക്കെ ഭയങ്കര റേറ്റ് ഉണ്ട്. അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ അവൾ പറയുന്നത് കേട്ട് ഞാൻ ചുമ്മാ ഇങ്ങനെ നോക്കി ഇതിനൊക്കെ റേറ്റ് ഉണ്ടോ എന്താണ് കാര്യങ്ങളെന്നൊക്കെ. അപ്പോൾ ശരിക്കും വിലയൊക്കെ ഉണ്ട്. 10-35,000 രൂപയാണ് ഒരേ പെയിൻറ്റിങ്ങും സ്റ്റാർട്ട് ചെയ്യുന്നത്. അതാണ് അവളവിടെ പറഞ്ഞുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല റേറ്റ് ഉണ്ടെന്ന് ഞാനും പോയി നോക്കി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ചുറ്റും ഇവിടെ ഒന്ന് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളുടെ ടീം ഞങ്ങൾ അവിടെ നിന്ന് വിളിക്കുന്നുണ്ടെന്നുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി അങ്ങോട്ട് പോയി. ഞങ്ങളാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഫുഡ് കഴിക്കാൻ ഇരുന്നു. പക്ഷെ ഞങ്ങളുടെ ടീമിലുള്ള ആൾക്കാർ ഞങ്ങൾ 2 റോയിലായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഈ ഫസ്റ്റ് റോയിലിരുന്നു. പിന്നെ ഞങ്ങളുടെ കൂടെയുള്ള കുറച്ച് പേരും കൂടി ഇങ്ങോട്ട് വരാനുണ്ട്. അപ്പോൾ ഞങ്ങൾ വെറുതെ ഇരിക്കുവാണ്. പുറത്താണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ഗെയിമുണ്ട്, എല്ലാം കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി കുറേ നേരമായിട്ട് ഇവിടെ വന്ന് നിന്നിട്ട് ആരും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ പറയായിരുന്നു ആരും വരുന്നത് നമ്മൾ രണ്ടുപേരും മാത്രമേ ഇരിക്കുന്നുള്ളൂ. ഇനി നമ്മുടെ ബാക്കിയുള്ളവർ വേറെ എവിടെയെങ്കിലുമൊക്കെ പോയി ഇരുന്നോ എന്നൊക്കെ ആലോചിക്കണം. അപ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ ടീമിലുള്ള ആൾക്കാരൊക്കെ വന്നത്. അപ്പോൾ ഞങ്ങൾ പറയുമായിരുന്നു നിങ്ങൾ ഇവിടെ തന്നെ വന്നിരിക്കുക, ഒരു 8 പേര് ഇരിക്കാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി വന്നിരിക്കാം, ഒരുമിച്ച് ഇരിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങളിതാ വിഷ്ണുവിനെയും സ്റ്റീജോയിനെയൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ അടുത്തൊക്കെ വന്നിരുന്നു. ഇത് സ്റ്റീജാണെന്നുണ്ടെങ്കിൽ ഇപ്പം ജെസ്സ ചേച്ചിൻ്റെ ഫോട്ടോ ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സാന്ദ്ര ചേച്ചിക്കാണെങ്കിൽ ഡൗട്ടാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. എന്തായാലും ഞാൻ പോസ്റ്റ് ചെയ്യാം. ഇതൊന്നും വരുന്നില്ലല്ലോ അതല്ലേ. അപ്പോൾ ഫുഡ് ബൊഫേ ആയിരുന്നു. അപ്പോൾ ഞങ്ങളോട് പോയി എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ ഞാനാണെങ്കിൽ നോക്കിയപ്പോൾ ഇങ്ങനെ ഫ്രൈ ചെയ്യുന്ന പോലെ സാധനം. അപ്പോൾ ഞാൻ വിചാരിച്ചത് ചിക്കനാണെന്ന്. അതിൻ്റെ സൈഡിൽ അങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പോയി അത് എടുത്തുകൊണ്ട് വന്നു. ശരിക്കും അത് ഫിഷ് ആയിരുന്നു. എന്നിട്ട് ഞാനത് കഴിച്ചില്ല. ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഫുള്ള് ഒരു പൊട്ടറ്റോ ഫ്രൈ ആണ്. വേറെ ഒന്നും എനിക്ക് ഇഷ്ടമായില്ല. ഞാൻ എടുക്കാൻ ചെന്നപ്പോഴേക്കും ആണെന്നുണ്ടെങ്കിൽ സൂപ്പിൻ്റെ ബൗളും കാലിയായി. അപ്പോൾ പിന്നെ സൂപ്പ് എന്ത് ബൗളിൽ എടുക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ സൂപ്പ് എടുത്തില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഷാമിനി ഓൾറെഡി എടുത്തിട്ടുണ്ടോ അത് കഴിക്കാമെന്ന്.
അപ്പോൾ വലിയ കാര്യത്തിൽ നമ്മൾ സ്പെഷ്യലായിട്ട് പറഞ്ഞിട്ട് സാന്ദ്ര ചേച്ചി ആണെങ്കിൽ പോയിട്ട് പാസ്തയൊക്കെ ഉണ്ടാക്കിയൊന്നും ആരും തിന്നില്ല. അതിനുശേഷം പിന്നെ എനിക്കാണെങ്കിൽ പിന്നെ ആ ഒരു ഫുഡ് ഫിഷിൻ്റെ ആയി പോയെന്ന് വെച്ച് ഞാൻ പിന്നെ കുറച്ച് പോയിട്ട് ഡെസേർട്ട്സും സ്വീറ്റ്സൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വന്ന് ഞാനത് കഴിക്കാൻ തുടങ്ങി. പിന്നെ ആണെന്നുണ്ടെങ്കിൽ ഷാമിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ വേറെ എന്തൊക്കെയോ കഴിച്ചു. അങ്ങനെയൊക്കെ ഞങ്ങൾ എന്താ പറയുക എല്ലാവരും നല്ല കഴിച്ചുകൊണ്ടൊക്കെ ഇരുന്നു. ടീച്ചർ ആണെന്നുണ്ടെങ്കിൽ ഫുള്ള് സ്വീറ്റ്സ് എടുത്തോണ്ട് വന്നേക്കാം. കണ്ടോ, പകുതി മുക്കാലും പ്ലേറ്റ് ചെയ്ത് കാലിയായി. ഉണ്ട് ജസ്ന ചേച്ചി ഇത് കാണണം. ഒരു നേരത്തെ ആഹാരം ഇവന് നീ കൊടുക്കണമെന്ന് എന്നോട് പറഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷിച്ചില്ല. കണ്ടോ, മധുരം മാത്രം കഴിച്ചോണ്ടിരിക്കുന്നത്, ഫ്രൂട്ട്സ് എടുക്കാൻ പോലും തീരെ തയ്യാറല്ല. വാട്ട് ഈസ് ദിസ്? ഞങ്ങളുടെയൊക്കെ പ്ലേറ്റ് ഹെൽത്തി പ്ലേറ്റ് ആണ് ഗൈസ്. കണ്ടോ, ഹെൽത്തി. ജിജ അവിടെ വെള്ളം കുടിച്ചോണ്ടിരിക്കുകയാണ്. വിഷ്ണു എങ്ങോട്ടാ നോക്കണെന്ന് എനിക്ക് ജിജ ഇതിനകത്ത് ഏതാ ഇപ്പം നല്ലതുള്ളത്? സ്റ്റീജും ജിജും പേര് പറയുമ്പോൾ എനിക്ക് കടിക്ക്. സ്റ്റീജോ ആ സാധനം എങ്ങനെയുണ്ട്? ആ കേക്ക് എങ്ങനെയുണ്ട്? കേക്ക് എങ്ങനെയുണ്ട്? ചേച്ചി ഫിനിഷ് ചെയ്തോ? എങ്ങനെയുണ്ടായിരുന്നു? അത് കണ്ടാൽ തന്നെ അറിയാം. വിഷ്ണു എങ്ങനെയുണ്ടായിരുന്നു? വിഷ്ണു കൊള്ളത്തില്ലായിരുന്നു. സ്റ്റീജ സദ്യ പോരാ, കുഴപ്പമൊന്നുമില്ലോ. അത് നല്ല സദ്യ ഉണ്ണാത്തോണ്ട് തോന്നുന്നു. ഹായ് ഗൈസ്, ഞങ്ങളപ്പോൾ ഈ ലോണിൽ കൂടി ഇങ്ങനെ നടക്കുവാണ്. ഭയങ്കര വെയിലല്ലേ? നല്ല വെയിലുണ്ട് കേട്ടോ. ഞാനത് ഫുള്ളും കണ്ട് എക്സ്പ്ലോർ ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങളുടെ ടീം ലഞ്ചൊക്കെ കഴിഞ്ഞു. അപ്പം ഞങ്ങളുടെ കയ്യിലാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ PMs പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ഡ്രിങ്ക്സ് കൂടി കുടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളെല്ലാവരും അതിൻ്റെ പ്ലാനിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിതാ മെറിഡിയനിൽ ഇറങ്ങുവാണ്. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും സെറ്റായിട്ട് ഇറങ്ങാൻ പോകും. അപ്പം ഞങ്ങളാണെന്നുണ്ടെങ്കിൽ ചുമ്മാ പുറത്തിറങ്ങിയിട്ട് വ്യൂ ഒക്കെ നോക്കുവാണ്. അപ്പം നമ്മുടെ ലേമറിയുടെ തൊട്ട് ഓപ്പോസിറ്റ് ഉള്ളത് ക്രൗൺ പ്ലാസയുണ്ട്, അതൊക്കെ കണ്ടു. പിന്നെ മെറിഡിയനിൽ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. ഞങ്ങളിവിടെ ഒരു എന്താ പറയുക ഫ്രണ്ടിലായിട്ട് നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. അവിടെ ചെന്ന് നമുക്കൊരു വീഡിയോ എടുക്കാൻ വേണ്ടി ഞാനും ശ്യാമനിയും പോയിട്ട് അവിടെ ചെന്ന് വീഡിയോ ഒക്കെ ഫുള്ളായിട്ട് അങ്ങ് എടുത്ത് ഞങ്ങളങ്ങനെ രണ്ടാമത്തെ സ്പോട്ടിൽ എത്തിയിരിക്കുകയാണ്. അത് ഫോറം മാളിലാണ്. അതിൻ്റെ റൂഫ് ടോപ്പിൽ അവിടെയുള്ള ഷെഫ് പിള്ളയുടെ ഇതിലാണ് ഞങ്ങൾ കയറാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ആദ്യം കൺഫ്യൂഷനായിരുന്നു, കയറണോ ഇത് തന്നെയാണോ? അപ്പോൾ ഞങ്ങളുടെ PMs ഒക്കെ കയറിപ്പോയപ്പോൾ ഞങ്ങളിതാ എല്ലാവരും കൂടി അതിനകത്ത് കയറിപ്പോവാണ്. അപ്പോൾ ശരിക്കും അവിടുത്തെ ആൾക്കാരൊക്കെ ഞങ്ങളിങ്ങനെ നോക്കുക, കാരണം ഞങ്ങളൊരു 10-25 പേരുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും കൂടി ഇത് എങ്ങോട്ടാന്നുള്ള രീതിയിൽ അവിടെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ അവിടെ ഇങ്ങനെ ചുറ്റുന്ന സമയത്തൊക്കെ എല്ലാവരും ഇങ്ങനെ നോക്കുമായിരുന്നു, ഇവരെങ്ങോട്ട് ഇത്രയും പേര് അങ്ങനെയൊക്കെ പറഞ്ഞ് നോക്കുവാണ്. അങ്ങനെ ഞങ്ങളിവിടെ ചെന്നു. നല്ല സൂപ്പർ ആംബിയൻസ് ആണ്, നല്ല രസമാണ്. ഞങ്ങൾ ആദ്യം വിചാരിച്ച് ഇവിടെ ഇരുന്നായിരിക്കും ഞങ്ങൾ കഴിക്കുന്നത്, പക്ഷേ അല്ല, പുറത്തൊരു എന്താ പറയുക ഓപ്പൺ സ്പേസ് ഉണ്ട്. ഞങ്ങൾ അങ്ങോട്ടാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ 4 പേരും കൂടി ആട്ടോ ഒരു സീറ്റിൽ ഇരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് 4 പേർക്കും സത്യം പറഞ്ഞാൽ ഞാൻ എന്താ ഓർഡർ ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ല. ഞങ്ങളാണെങ്കിൽ ചുമ്മാ എടുത്ത് വെറുതെ ഈ മെനു കാർഡ് എടുത്തിട്ട് ചുമ്മാ വായിച്ച് നോക്കത്തില്ല, എന്താ സംഭവം എന്ന് പോലും ഞങ്ങൾക്കറിയില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഓർഡർ ചെയ്യണമെന്ന് പറയുമ്പോഴാണ് ഞങ്ങളുടെ PMO എന്ന് പറഞ്ഞൊരു ഡിസ്ക്ലൈമർ ഉണ്ട്, ഒരാൾക്ക് 400 രൂപ വെച്ച് എന്ത് വേണമെങ്കിലും വാങ്ങിക്കാമെന്ന്. അപ്പോൾ 400 രൂപയുണ്ടല്ലോ, നമുക്ക് മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ 4 പേരും കൂടി ഭയങ്കര പ്ലാനിങ് ഒക്കെ ചെയ്ത് കുറേ സാധനമൊക്കെ ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നിട്ട് വില നോക്കുന്ന സമയത്താണെങ്കിൽ ആകെ മോക്ടെയിൽസ് ആണ്. ശരിക്കും ഞങ്ങൾ 4 പേരും മോക്ടെയിൽസ് മാത്രമേ കുടിക്കത്തുള്ളൂ. അപ്പോൾ മോക്ടെയിൽസിന് ഞങ്ങൾക്ക് എങ്ങനെ ഈ 400 രൂപ ബഡ്ജറ്റ് സെറ്റാക്കാമെന്ന് ഇങ്ങനെ ആലോചിച്ച് ഞങ്ങളൊരു പ്ലാനൊക്കെ കണ്ടുപിടിച്ച് വെച്ച്, പക്ഷേ ആ പ്ലാൻ ഫുള്ളും പോയി, കാരണം ആ സാധനങ്ങളൊന്നും അവിടെ തന്നെ ഉണ്ടായിരുന്നില്ല. ഗായ്സ്, ഫൈനലി ഞങ്ങൾ വാങ്ങിച്ച സാധനങ്ങളാണ് ഈ ഇരിക്കുന്നത്. ഇതെന്താ, പീച്ചുണ്ട്, പിന്നെ അത് പച്ചമാങ്ങയുണ്ട്, പിന്നെ ഞാൻ പോയി രണ്ടാമത് വാങ്ങിയ സാധനമാണ് ആ സ്ട്രോബെറി. അങ്ങനെ ഒരു 10-12 ഗ്ലാസ്സോളം ഞങ്ങൾ 4 പേരും കൂടി കുടിച്ചു. എല്ലാവർക്കും ഞങ്ങൾ ഷെയറും ചെയ്തിട്ടോ. ഇതിലെല്ലാം ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ചിലതൊക്കെ ഇഷ്ടപ്പെട്ടു, ചിലതൊക്കെ
ഞങ്ങൾ കുടിച്ചു ഗായ്സ്. അപ്പം നമ്മളെല്ലാവരും എല്ലാം കുടിച്ചൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം നമ്മളിനി അടുത്ത വ്ളോഗിൽ എല്ലാവരും കാണാം. അതുവരെയും ടാറ്റാ. എങ്ങനെ ഉണ്ടായിരുന്നു വിഷ്ണു? കൊള്ളത്തില്ലായിരുന്നു.